ആകാശവാണി തിരുവനന്തപുരം. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കോവിഡ് വാക്സിൻ യാഥാർത്ഥ്യമാവുമ്പോൾ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ മഹാമാരിയിൽ നിന്ന് മോചനം നേടാൻ തീവ്ര ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ജീവിതത്തെ തന്നെ നിശ്ചലമാക്കിയ ഈ മഹാമാരിയിൽ നിന്ന് ഒരു മോചനം ലോക ജനതയ്ക്ക് കൂടിയേ തീരൂ. ഒരു വർഷത്തോളമായി മാനവരാശിയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി കോവിഡ്-19 എന്ന മഹാമാരി സംഹാര താണ്ഡവമാടാൻ തുടങ്ങിയിട്ട് ദൈനംദിന ജീവിത രീതികളിൽ നിന്നൊക്കെ മാറി സമൂഹ കൂട്ടായ്മകളോ കൂടിച്ചേരലുകളോ ഇല്ലാതെ മനുഷ്യർ തങ്ങളിലേക്കൊതുങ്ങി ഈ മഹാമാരി കാരണം. സുരക്ഷാ മുൻകരുതലുകൾ ശക്തമായി സ്വീകരിച്ച് തങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം വേണ്ടെന്ന് വച്ച് ജീവനെ മാത്രം കയ്യിലൊതുക്കാൻ ആഗ്രഹിച്ചു മനുഷ്യർ. ഈ അവസ്ഥയിൽ നിന്ന് മാറണം എന്ന തീവ്രമായ ആഗ്രഹത്താൽ ഈ മഹാമാരിക്കെതിരെ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ശാസ്ത്രജ്ഞരും മരുന്നു കമ്പനികളും പങ്കാളികളായി. പകർച്ചവ്യാധികൾക്കെതിരെ വാക്സിൻ കണ്ടുപിടിക്കുകയും ആ വ്യാധിയെ പൂർണ്ണമായും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുകയും ചെയ്ത ചരിത്രമാണ് നമുക്കുള്ളത്. വസൂരിക്കെതിരെയാണ് ആദ്യമായി വാക്സിനേഷൻ കണ്ടുപിടിച്ചത് 1796. അത് കഴിഞ്ഞ് 100 വർഷങ്ങൾക്ക് ശേഷം 1879 കോളറ എന്ന മഹാമാരിക്ക് വാക്സിൻ കണ്ടെത്തി. അതിനുശേഷം 28 വിവിധ രോഗങ്ങൾക്ക് ശാസ്ത്രലോകം വാക്സിൻ കണ്ടെത്തി. ഈ രോഗങ്ങളെയൊക്കെ ഏറെക്കുറെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കാനും നമുക്ക് കഴിഞ്ഞു. എന്നാൽ വാക്സിനുകൾ കണ്ടുപിടിക്കുക എന്നത് ദീർഘമേറിയ പ്രക്രിയയാണ്. അതിന് സമയമെടുക്കും എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുമ്പോൾ മരണനിരക്ക് ക്രമാതീതമായി ഉയർന്നു പോകുന്നത്. എല്ലാ വാക്സിനുകളും ആദ്യമായി ലോകരാഷ്ട്രങ്ങളായ ബ്രിട്ടനിലും അമേരിക്കയിലും റഷ്യയിലുമൊക്കെയാണ് പരീക്ഷിച്ചത്. കോവിഡ്-19 വാക്സിനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ലണ്ടനിൽ നിന്നും ശ്രീ വാസുദേവ് വാർത്താ തരംഗിണിയോട്. ഡിസംബർ 8 ചൊവ്വാഴ്ച ഗ്രീനിച്ച് സമയം രാവിലെ 6:31 ബ്രിട്ടനിലെ കവൻട്രി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ 90 വയസ്സുള്ള മാർഗരറ്റ് കീനൻ എന്ന മുത്തശ്ശിക്ക് ഒരു കുത്തിവയ്പ് നടത്തിയത് മാനവരാശിയുടെ രോഗപ്രതിരോധ രംഗത്തെ ഒരു ചരിത്ര സംഭവമായി തീർന്നു. ലോകത്തിൽ ആദ്യമായി ഫൈസർ ബയോൺടെക് കമ്പനി രൂപം നൽകിയ വാക്സിൻ 95% സുരക്ഷിതവും പ്രയോജനപ്രദമാണെന്ന് കണ്ടെത്തി ജനങ്ങളിലെത്തിച്ച ലോകത്തിലെ ആദ്യ രാഷ്ട്രമായി തീർന്നു ബ്രിട്ടൻ. ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ കോവിഡ്-19 എന്ന മഹാമാരിക്ക് മുന്നിൽ ഒരു കൊല്ലത്തോളം വിറങ്ങലിച്ചു നിന്നിരുന്ന ലോകം ആശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ വാർത്ത സ്വീകരിച്ചത്. സാധാരണ വാക്സിനുകൾ ഗവേഷണ ഘട്ടത്തിൽ നിന്നും പ്രായോഗിക തലത്തിലെത്തുവാൻ വർഷങ്ങൾ വേണ്ടിവരുമ്പോൾ ഈ വാക്സിൻ 10 മാസക്കാലത്തിനുള്ളിലാണ് വിവിധ പരീക്ഷണങ്ങളും ക്ലിനിക്കൽ പരിശോധനകളും വിജയകരമായി പൂർത്തീകരിച്ചത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാക്സിൻ സംരംഭമാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്ററിന് മുമ്പ് രാജ്യത്തെ 55 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കും അതിന് താഴെയുള്ള മറ്റസുഖമുള്ളവർക്കും വാക്സിൻ നൽകാനാണ് ബ്രിട്ടീഷ് സർക്കാർ ലക്ഷ്യമിടുന്നത്. -70 ഡിഗ്രി തണുപ്പിൽ സൂക്ഷിക്കേണ്ട ഈ വാക്സിൻ 21 ദിവസങ്ങൾ ഇടവിട്ട 2 ഡോസുകളിലായിട്ടാണ് നൽകേണ്ടത്. രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമേ ശരീരത്തിന് പ്രതിരോധ ശക്തി ലഭിച്ചു തുടങ്ങുകയുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. 8 ലക്ഷം വാക്സിനുകളാണ് ഇപ്പോൾ ബെൽജിയത്തിൽ നിന്നും ബ്രിട്ടനിലെത്തിയിരിക്കുന്നത്. ആകെ 40 ദശലക്ഷം ഫൈസർ വാക്സിനുകൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വയോജന കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്കും ആരോഗ്യ പരിപാലന രംഗത്തുള്ളവർക്കുമാണ് ആദ്യം വാക്സിൻ നൽകി തുടങ്ങിയത്. പിന്നീട് 75 വയസ്സിന് മുകളിലുള്ളവർക്കും അത് കഴിഞ്ഞ് 70 വയസ്സിന് മുകളിലുള്ളവർക്കും അങ്ങനെ 9 ഘട്ടങ്ങളാക്കി തിരിച്ചാണ് വാക്സിനേഷൻ സംരംഭം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാക്സിന്റെ പ്രതിരോധ ശേഷി എത്രനാൾ നിൽക്കുമെന്ന് വ്യക്തമായി ഇതുവരെ നിർണയിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞത് 1 കൊല്ലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ക്രിസ്മസ് കഴിയുന്നതോടെ ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്ക കമ്പനിയുമായി ചേർന്ന് രൂപം നൽകിയ വാക്സിനും അംഗീകാരം ലഭിച്ചേക്കും. സാധാരണ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന ഈ വാക്സിന്റെ 100 ദശലക്ഷം ഡോസുകളാണ് ബ്രിട്ടനിൽ ലഭ്യമാകുക. 20,000-ഓളം സന്നദ്ധ പ്രവർത്തകരിൽ ഇപ്പോഴും ഈ വാക്സിന്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കോവിഡ് രോഗം മൂലം ഏറ്റവുമധികം ആളുകൾക്ക് ജീവഹാനി വന്ന രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. 65,000 പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു.
ഈ വാക്സിനുകൾ എല്ലാവരിലും 100% ഫലവത്താവില്ലെങ്കിലും മരണകാരണമായ രീതിയിൽ കോവിഡ് ബാധയിൽ നിന്നും സുരക്ഷ നൽകുമെന്നാണ് ഗവേഷകർ പറയുന്നത്. UK ചുവട് പിടിച്ച് കോവിഡ് രോഗം ഏറ്റവുമധികം ബാധിച്ച US മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ അടുത്ത വർഷം ആദ്യത്തോടെ വിവിധ വാക്സിനുകൾക്ക് അംഗീകാരം ലഭിച്ച് ജനങ്ങളിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യം ഒരു കൂട്ടം മൃഗങ്ങളിൽ പരീക്ഷിക്കുന്ന വാക്സിൻ മനുഷ്യരിൽ എത്തുന്നതിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പകർച്ചവ്യാധിക്കെതിരെ ശരീരത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് വാക്സിനേഷൻ. വാക്സിനേഷനും രോഗപ്രതിരോധവും രണ്ടാണ്. മരുന്നിന്റെ സഹായത്തോടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് വാക്സിനേഷൻ. രോഗപ്രതിരോധം രോഗം വന്നതിന് ശേഷം ശരീരം ആ അണുക്കളെ പ്രതിരോധിക്കുന്നതിന് ശക്തിപ്പെടുന്നതാണ്. ചിക്കൻ പോക്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ഒക്കെ വന്നാൽ ആ രോഗിയുടെ ശരീരം അത് പ്രതിരോധിക്കാൻ പാകത്തിൽ ശക്തിപ്പെടും. കുത്തിവയ്പിലൂടെ ശരീരത്തിന് ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധശേഷി ലഭിക്കുന്നതാണ് വാക്സിനേഷൻ. നമ്മൾ ഇന്ന് COVID-19 സ്വീകരിക്കുന്നതായ മുൻകരുതലുകൾ, മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങിയവ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മഹാമാരിയുടെ വ്യാപന തോത് നല്ലവണ്ണം കുറച്ചു കൊണ്ടുവന്നേ മതിയാകൂ. എല്ലാവരും വാക്സിൻ എടുക്കാനും അതിന് പാർശ്വഫലങ്ങളില്ലാതെയും ഇരുന്നാൽ ഈ രോഗത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാം. എന്തായാലും ഈ മഹാമാരിക്കെതിരെ 1/2 ഡസനോളം വാക്സിനുകൾ കണ്ടുപിടിച്ചു എന്നത് സന്തോഷകരം തന്നെ. അത് ഏറെ വൈകാതെ നമ്മുടെ രാജ്യത്തും എത്തും എന്നുള്ളത് വലിയ ആശ്വാസം. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ അനീഷ് TS വാർത്താതരംഗിണിയോട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം വാക്സിനുകൾ, ഈ കോവിഡിന്റെ വാക്സിനുകൾ എത്രത്തോളം ഫലപ്രദമാണ്. ഇതുവരെയുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം, വാക്സിൻ എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ ആ വസ്തു കണ്ടെത്തിയിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഇതുവരെ നാട്ടിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അത് എത്രത്തോളം ഗുണഫലമുണ്ട്, അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അത്തരം പരീക്ഷണങ്ങൾ നടത്തിയായിരുന്നു. പരീക്ഷണങ്ങളിൽ നിന്നും വെളിവാകുന്ന വസ്തുത വളരെ ഉയർന്ന അളവിൽ 90 മുതൽ 95% വരെ ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് വാക്സിൻ. ഈ വാക്സിനുകൾ പൊതുവെ വലിയ അളവിലുള്ള വലിയ പാർശ്വഫലങ്ങൾ വാക്സിൻ ഇല്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാക്സിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഒരുപാട് തർക്കങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അബദ്ധമായിട്ടുള്ള മെസ്സേജുകൾ ഇതിനകത്ത് പിടികൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ പൊതുവെ ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാക്സിൻ വ്യാപകമാകുന്ന സമയത്ത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ വാക്സിൻ എടുത്തവർക്ക് വീണ്ടും രോഗം വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ 95% ആളുകൾക്ക് ഫലപ്രദമായിട്ടുള്ള വാക്സിൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 100 പേർക്ക് വാക്സിൻ എടുക്കുമ്പോൾ ഇതിൽ 95 പേർക്കും തീർച്ചയായിട്ടും വീണ്ടും രോഗം വരാതിരിക്കാനായിട്ട് വാക്സിൻ തടയും. പക്ഷെ 5 പേരെ സംബന്ധിച്ചിടത്തോളം ആ വാക്സിൻ അവരെ സംരക്ഷിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു രോഗമാണെങ്കിലും അങ്ങനെയാണ്. 100 പേർക്ക് രോഗം വന്നാൽ പോലും ആ രോഗം വരാതിരിക്കാനുള്ള സാധ്യത ഒരു 95 പേർക്കേ ഉണ്ടാവൂ. അപ്പം കോവിഡിന്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഒരു തവണ കോവിഡ് വന്നിട്ടുള്ളവർക്ക് നോക്കൂ വീണ്ടും വരുന്നു. പക്ഷെ വീണ്ടും വരാം, പക്ഷെ അത് വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ കാണുള്ളൂ. വാക്സിൻ ആണെങ്കിലും ഒരുപക്ഷെ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് രോഗം വരാം. പക്ഷെ വാക്സിൻ എടുത്ത ആൾക്കാരിൽ 95 പേർക്കും വാക്സിൻ എടുത്തവർക്ക് രോഗം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കാരണം തന്നെ രോഗികളുടെ എണ്ണം വളരെ വ്യാപകമായിട്ട് കുറയുകയും സമൂഹത്തിൽ രോഗം വ്യാപിക്കുന്നത് കുറയുകയും അതിലൂടെ രോഗം കാലക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പൊ വീണ്ടും നമ്മളുടെ ഒരു പഴയ പൊതുജീവിതത്തിലേക്കും സാമൂഹ്യ ജീവിതത്തിലേക്കും നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാക്സിനുകളുടെ ലഭ്യതയായിരിക്കും. എല്ലാ വാക്സിനുകളും നമ്മുടെ രാജ്യത്ത് ലഭ്യമാക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിയ വാക്സിൻ വേണ്ട അളവിൽ ലഭിക്കുക എന്നത് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർ അനീഷ് തുടരുന്നു. ഉദാഹരണത്തിന് വാക്സിൻ ശേഖരിക്കേണ്ട താപനില, ഇപ്പം ചില വാക്സിനുകളൊക്കെ വളരെ താഴ്ന്ന താപനിലയിൽ, ഇപ്പൊ 0 ഡിഗ്രി സെന്റിഗ്രേഡിനും 70 ഡിഗ്രി താഴെ ഒക്കെ സൂക്ഷിക്കേണ്ട തരത്തിലുള്ള വാക്സിനുകളുണ്ട്.
അത് തീർച്ചയായിട്ടും വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലില്ല. പക്ഷേ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഒരുപക്ഷെ അത്തരം വാക്സിനുകൾ കൊടുക്കാനായി കഴിയും. മറിച്ച് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന വാക്സിനുകൾ ആണ് ഇപ്പോൾ തന്നെ ഇതിലും കൂടുതൽ വാക്സിനുകൾ ലഭ്യമാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 2 വാക്സിനുകൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അസ്ട്രാസെനിക്ക എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്ന് നിർമ്മിക്കുന്ന കോവിഷീൽഡ് എന്ന പേരുള്ള ഒരു വാക്സിൻ. ഈ വാക്സിൻ പ്രതീക്ഷ അർപ്പിക്കാനുള്ള ഒരു കാരണം ഈ വാക്സിൻ നിർമ്മാതാക്കളുടെ ഒരു കൂട്ടം ഇന്ത്യയിലുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വാക്സിൻ കൂടുതൽ ലഭ്യമാകാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റൊന്ന് റഷ്യൻ വാക്സിൻ എന്നുള്ള നമ്മൾ അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്പുട്നിക് 5 എന്ന് പറയുന്ന വാക്സിൻ, അതും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ ആണെന്ന് ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് COVID-19 വാക്സിനേഷൻ യജ്ഞം നടത്തുന്നതിനായുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. ആദ്യഘട്ടത്തിൽ 30 കോടിയോളം ജനങ്ങൾക്ക് വാക്സിൻ നൽകാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. വാക്സിനേഷൻ യജ്ഞത്തെക്കുറിച്ചും സംസ്ഥാന ഗവൺമെന്റിന്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും H1N1ന്റെയും COVID-19ന്റെയും സ്റ്റേറ്റ് നോഡൽ ഓഫീസർ അമർ ഫട്ടേൽ വാർത്താ തരംഗിണിയോട്. എല്ലാ വാക്സിനേഷൻസും നമ്മൾ കഴിയുന്നത്ര അതിന്റെ പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് സ്പേസ് സയൻസ് ടെക്നോളജി എന്ന രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ പ്രസക്തി വന്നിരിക്കുന്നത് കോവിഡ് വാക്സിനേഷന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പൊ ഇത്രയും ചെറിയ സമയം, വെറും 11 മാസം കൊണ്ട് അതിനെതിരായിട്ട് ഒരു ഫലപ്രദമായ വാക്സിൻ ഉത്പാദിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ, ഗവേഷണവും വിവിധ രാജ്യങ്ങളിൽ വിവിധ ഉന്നത സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ഒരു ദൗത്യമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ വാക്സിൻസ് എല്ലാം വെച്ച് നമ്മൾക്ക് നമ്മുടെ വൾണറബിൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഏറ്റവും ജനങ്ങളുടെ ഇടയ്ക്ക് റിസ്ക് ഉള്ള ഗ്രൂപ്പുകളെ ആദ്യം സംരക്ഷിക്കും. ഇതാണ് നമ്മുടെ പൊതുവെ ഏത് രാജ്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെയും ലക്ഷ്യം അത് തന്നെയാണ്. നമ്മുടെ ആ ഫ്രണ്ട് ലൈൻ ആരോഗ്യ പ്രവർത്തകർക്ക് അത് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ എണ്ണം തിട്ടപ്പെടുത്തുക, അതിൽ റിസ്കിന്റെ പ്രയോറിറ്റൈസേഷൻ ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നു. ഒരു പുതിയ വാക്സിൻ ഇങ്ങനെ വൻതോതിൽ കൊടുക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിൽ വിവിധ കാര്യങ്ങൾ, അതിനകത്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാക്സിൻസ് ഒന്നും നമുക്ക് വെറും റൂം ടെമ്പറേച്ചർ ആ താപത്തിൽ വെക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കോൾഡ് ചെയിൻ, ശീതീകരണ ശൃംഖല അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ എഫിഷ്യന്റ് ആയിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക, അത് കൊടുക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും കണ്ണു തുറന്നിരിക്കും, ഏതെങ്കിലും ഒരു അഡ്വേഴ്സ് ഇവന്റ് ദോഷങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം കണ്ടെത്തുകയും അതിനെ മോണിറ്റർ ചെയ്യുകയും വേണ്ട തിരുത്തലുകൾ ചെയ്യുന്നുണ്ടാവും. ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്നത് ഈ ഒരു മരുന്നിനെ നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ കൊടുക്കുന്നതിന്റെ നിരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇതുപോലെ അനവധി, പിന്നെ അതുപോലെ പബ്ലിസിറ്റി, അതിനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, ഇതെല്ലാം കൂടെ ഏകീകരിച്ച് ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ അതിന് നിർദ്ദേശം കിട്ടിയിട്ടുള്ള അതിനുള്ള സ്റ്റേറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റീസ്, സ്റ്റേറ്റ് ടാസ്ക് ഫോഴ്സുകൾ, ജില്ലാ ടാസ്ക് ഫോഴ്സുകൾ, പിന്നെ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ടാസ്ക് ഫോഴ്സ് മുതലായ ഗ്രൂപ്പുകളെയൊക്കെ ഒരു വളരെ കോർഡിനേറ്റ് രീതിയിൽ നല്ലൊരു ചെയിൻ ഓഫ് കമാൻഡും അഡ്മിനിസ്ട്രേഷനും നേതൃത്വവും ഒക്കെ ആയിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പും കേരള സർക്കാരും ഒക്കെ ചേർന്നുള്ളൊരു വലിയൊരു ദൗത്യം, നാഷണൽ ഹെൽത്ത് മിഷൻ, പിന്നെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ, പിന്നെ ഇതിന്റെ കൂടെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ ചേർന്നാണ് പ്രവർത്തിക്കുക. അങ്ങനെ അനവധി സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും പിന്നെ അതുപോലെ പ്രൈവറ്റ് പാർട്ട്നേഴ്സ്, IMA, IIT മുതലായ പ്രൈവറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. വാക്സിനേഷൻ നമ്മുടെ ബേസിക് കരുതലുകൾക്ക് പകരമായിട്ടുള്ള കാര്യമല്ല, അതിനെ ഒരു സൈഡിൽ കൂടെ ശക്തിപ്പെടുത്താനാണ്. അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തു, അതിനുള്ള ബേസിക് സൂക്ഷിപ്പുകൾ ഒരിക്കലും ഇല്ലാണ്ടാകരുത്. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ഒരു പരിധിവരെ COVID-19 എന്ന മഹാമാരിയെ നമ്മൾ അകറ്റി നിർത്താൻ പരിശ്രമിച്ചു. ഒരുപാട് നഷ്ടങ്ങളും വേദനകളും നൽകി COVID-19 മഹാമാരി നമ്മെ വിട്ടൊഴിയാതെ നിൽക്കുമ്പോൾ ഈ വാക്സിൻ തൽക്കാലാവസ്ഥകൾ മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് നാം. വരും വർഷത്തിലെങ്കിലും മുൻകാലങ്ങളിലെ പോലെ തികച്ചും സാധാരണമായൊരു ജീവിതം വീണ്ടെടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.